ഹലോ ഗായ്സ്, ഗാർഡൻ സ്റ്റോറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വെച്ചാൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും പിന്നെ കോമ്പോയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഈ ഒരു വീഡിയോ. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് മാത്രം ഓർഡർ ചെയ്യാൻ. നിങ്ങൾക്ക് പ്ലാൻ സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് നമുക്ക് വാട്സപ്പ് വഴി സ്ക്രീൻഷോട്ട് അയച്ചും അങ്ങനെയൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇപ്പം നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന വെറൈറ്റീസൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ പ്ലാൻസ് ഒക്കെ നമുക്ക് ഓഫർ റേറ്റും ഉണ്ട്. അപ്പോൾ 435 തൊട്ടാണ് നമുക്ക് പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് 500-ൻ്റെ 525-ൻ്റെ ഫ്ലവറിങ് പ്ലാന്റും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എന്തൊക്കെയാണ് നമ്മൾ വില റേറ്റും പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നിട്ട് മാത്രം ഓർഡർ ചെയ്യുക. പിന്നെ മദർ പ്ലാന്റ്സ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. മദർ പ്ലാന്റ്സ്, അപ്പോൾ മദർ പ്ലാന്റ്സിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇപ്പം നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ, സൈസും കാര്യങ്ങളൊക്കെ വീഡിയോ വഴിയായിരിക്കും നമ്മൾ കാണിക്കുന്നത്. കാരണം പിന്നീട് ഫോട്ടോസ് എടുത്ത് അയക്കുന്നത് നമുക്ക് പിന്നെ അത് കുറച്ച് ഇതായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം വീഡിയോസിൽ സൈസ് എല്ലാം കാണിച്ചാണ് നമ്മൾ പോകുന്നത്. എല്ലാ സൈസും, ഏറ്റവും ചെറുതും വലുതും എല്ലാ സൈസും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വരെ നമുക്ക് മിനിയേച്ചറാണ് നമ്മുടെ ഇപ്പോൾ ഈ മെയിൻ ഹൈലൈറ്റ്. അപ്പം മിനിയേച്ചറിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് വരുന്ന പ്ലാന്റുകൾ. അപ്പം നമ്മൾ ഇതിൽ ഓരോ പ്ലാന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് കാണിച്ച് സൈസും കാര്യങ്ങളൊക്കെ കാണിക്കും. മിനിയേച്ചറിൽ തന്നെ നമുക്കൊരു 3-4 വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രീ ബുക്കിങ്ങും കാര്യങ്ങൾക്കൊക്കെ നമ്മളിനി നോക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേരൊക്കെ നമ്മൾ മെസ്സേജ് ചെയ്ത് ബുക്ക് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മിനിയേച്ചർ വെറൈറ്റി. നല്ല രീതിയിൽ മൾട്ടിപ്പിൾ സ്പൈക്കാണ്. ഓൾറെഡി 2 സ്പൈക്കും അതിൽ ഓരോ സ്പൈക്കിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള സൈഡിലെ സ്പൈക്കൊക്കെ വന്ന വെറൈറ്റീസാണ് കേട്ടോ. ഇതെല്ലാം മദർ പ്ലാന്റ് ആണ്, നമ്മുടെ സാധാ അല്ല, വലിയ പോട്ട് സൈസും ആണ്, മദർ പ്ലാന്റ്സും ആണ് കേട്ടോ. നമ്മൾ മുന്നേ സെയിൽ ചെയ്യുന്ന ചെറിയ പ്ലാന്റുകളല്ല, ചെറിയ ഫ്ലവറിങ് അല്ല. മദർ പ്ലാന്റ്സിൽ മൾട്ടിപ്പിൾ സ്പൈക്കുള്ള പ്ലാന്റ്സും നല്ല രീതിയിൽ ഫ്ലവറിങ് കിട്ടുന്നൊരു വെറൈറ്റിയാണ് മിനിയേച്ചറിൻ്റെ പ്രത്യേകിച്ചും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്ലവറിങ് കിട്ടും. അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. മദർ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഒരു 800 ആണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മദർ പ്ലാന്റ്. കാരണം ഇപ്പോൾ ഉള്ള മദർ പ്ലാന്റ്സ് എല്ലാം നല്ല സൈസുള്ള വെറൈറ്റീസാണ്. പിന്നെ ഇതും ഒരു ടൈപ്പ് ഓഫ് മിനിയേച്ചറാണ്. അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ നമുക്ക് പ്രീ ബുക്കിംഗ് കഴിഞ്ഞിട്ട് ഒരു പീസ് മാത്രമേ 1-2 പീസേ നമുക്ക് ബാലൻസ് ഉള്ളൂ. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഇപ്പം നമ്മൾ കാണിച്ച ആ ഒരു വെറൈറ്റിയുടെ പ്ലാന്റ് അവൈലബിൾ. ഇതിപ്പോൾ നമുക്ക് വെറും 2 പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ സ്പൈക്കാണ്. നമുക്ക് ഒരു സ്പൈക്ക് വന്നിട്ട് അതിൻ്റെ സൈഡിൽ തന്നെ വീണ്ടും സ്പൈക്ക് വന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ മദർ പ്ലാന്റ്സ് ആണ്, സ്മോൾ സൈസ് പ്ലാന്റ്സ് അല്ല. സ്മോൾ സൈസ് പ്ലാന്റ്സിന് റേറ്റ് ഡിഫറൻസ് ഉണ്ട്, മദർ പ്ലാന്റിന് കുറച്ച് റേറ്റും ഉണ്ട്. പിന്നെ അടുത്ത് വരുന്നത് ഇതൊക്കെ നമുക്ക് ഡബിൾ സ്പൈക്ക് പ്ലാന്റ് ആണ്. ഇത് മദർ പ്ലാന്റ്സ് ആണ്, ഡബിൾ സ്പൈക്കിൽ വരുന്ന മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഇതാണ്. ഇത് മിനിയേച്ചറാണ്. ഈ ഒരു വെറൈറ്റി ആണ്. ഇതാണ് ഈ ഒരു വെറൈറ്റിയുടെ ഫ്ലവർ പിക്ക്. അപ്പോൾ ഇതൊരു മിനിയേച്ചർ വെറൈറ്റി ആണ്, മദർ പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് വെച്ചാൽ ചിലർ വന്നിട്ട് ചോദിക്കുന്നത് മദർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് ഡിഫറൻസും ഉണ്ട്. നല്ല സൈസുള്ള പ്ലാന്റ് ആണ്, നല്ല വെയിറ്റും ഉണ്ട് അതേപോലെ. പിന്നെ ഇതും നമ്മൾ നേരത്തെ കണ്ട ആ സെയിം വെറൈറ്റിയുടെ തന്നെയാണ്. 2-3 പീസസേ അതേ ഉള്ളൂ. നമുക്ക് കുറേയൊക്കെ പ്രീ ബുക്കിംഗ് കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഒരുപാട് സ്പൈക്കുണ്ട്. ഒരു 2 സ്പൈക്ക് ഉണ്ട്, അതിൽ തന്നെ ഒരുപാട് മൾട്ടിപ്പിൾ സ്പൈക്കുള്ള പ്ലാന്റാണ്. അതും 2 ഷൂട്ടാണ് കേട്ടോ പ്ലാന്റ്. ഒരു സൈഡിൽ നിന്നും ഒരു ഷൂട്ടുണ്ട്, മറ്റേ ഷൂട്ടും ഉണ്ട്. അങ്ങനെ 2 ഷൂട്ടുള്ള പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഫെലനോപ്സിസിൽ. അപ്പോൾ ഇതും ഓഫർ റേറ്റിന് തന്നെയായിരിക്കും തരുന്നത്. പക്ഷേ മദർ പ്ലാന്റ് ആണ്, നമുക്ക് റേറ്റ് ഉണ്ട്. എന്നാലും നമുക്ക് 2 ഷൂട്ടും മൾട്ടിപ്പിൾ സ്പൈക്കാണ്, നമ്മൾ അധികം ചാർജും ചെയ്യുന്നില്ല. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് മെസ്സേജ് ഇട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ സെയിം പ്ലാന്റ് തന്നെ അവൈലബിൾ ആണ്. പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റി. ഇത് നമ്മുടെ വൈറ്റ് വെറൈറ്റി ആണ് കേട്ടോ. ഇത് 3 സ്പൈക്കാണ്. എപ്പോഴും നമ്മൾ 2 സ്പൈക്കുള്ള പ്ലാന്റ് കണ്ടിട്ടുണ്ട്. ഇത് 3 സ്പൈക്കാണ്. അതിന് പുറമെ ഇതിൻ്റെ സൈഡിൽ നിന്ന് വീണ്ടും സ്പൈക്ക് വരുന്ന ഇതും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല വെൽ റൂട്ടഡ് ആയിട്ട് ഇത്രയും റൂട്ട്സ് ഫോമായ മദർ പ്ലാന്റ്സ് ആണ്. അത് 3 സ്പൈക്കുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഈ സെയിം പ്ലാന്റ് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത് വരുന്നത് ഇതൊരു മിനിയേച്ചർ വെറൈറ്റി. നമ്മൾ ഫസ്റ്റ് മിനിയേച്ചർ തന്നെ കാണിക്കാം. മിനിയേച്ചറിൽ വൈറ്റ് വന്നിട്ട് ഒരു റെഡ് ലിപ്പാണ് കേട്ടോ. ഇതാണ് ആ വെറൈറ്റി. വൈറ്റ് വന്നിട്ട് ഒരു റെഡ് ലിപ്പ് കണ്ടു. ഇത് മൾട്ടിപ്പിൾ സ്പൈക്കാണ്, 2 സ്പൈക്കാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെ വീണ്ടും സ്പൈക്ക് വന്ന പ്ലാന്റ്. ഇതൊക്കെ മദർ പ്ലാന്റാണ്.
അപ്പം നമുക്ക് കപ്പ് സൈസ് വെച്ചാൽ നമ്മുടെ പോട്ട് സൈസ് ചെറുതാണെങ്കിൽ നമുക്ക് റേറ്റ് ഡിഫറൻസ്. ഇതെല്ലാം വലിയ സൈസ് പ്ലാന്റും വലിയ സൈസിലുള്ള പോട്ട്സോലോ ഉള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നേരത്തെ കണ്ട മിനിയേച്ചറിൻ്റെ തന്നെ പല പ്ലാന്റ്സ് ആണ്. ഒരുപാട് സ്പൈക്കുള്ള പ്ലാന്റ് നല്ല കണ്ടോ, ഒരു ഇഷ്ടം പോലെ നമുക്ക് മൊട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ മൊട്ട് വരുന്ന വെറൈറ്റിയാണ് കേട്ടോ. ഈ സെയിം പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് നമ്മളെ ബുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വാട്സപ്പ് മെസ്സേജ് നമുക്കിപ്പോൾ 1-2 ദിവസമായിട്ട് കുറച്ച് ഡിലേ ഉണ്ട്. കഴിഞ്ഞ ദിവസം കുറേ പേർക്ക് റിപ്ലൈ എടുത്തു. അപ്പോൾ ഇന്ന് നമുക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. ഇനി വേണം എല്ലാവരുടെ മെസ്സേജസും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇതിൻ്റെയൊക്കെ ഡിസ്പാച്ച് ഈ വരുന്ന വീക്കും അടുത്ത വീക്കിലും ആയിട്ടായിരിക്കും കേട്ടോ ഡിസ്പാച്ച്. ഈ വരുന്ന വീക്കും നെക്സ്റ്റ് വീക്കിലും കൂടെ ആയിരിക്കും, 2 വീക്കും കൂടെ എടുത്തായിരിക്കും നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ചെയ്യാൻ തന്നെ കുറച്ച് പാടാണ് നമുക്ക് പാക്കിങ് കാര്യങ്ങൾ. പിന്നെ അടുത്ത് വരുന്ന ഈ വെറൈറ്റി, ഇതിൻ്റെ വളരെ ലിമിറ്റഡ് 1-2 സ്റ്റോക്കേ നമുക്കിപ്പോൾ ഉള്ളൂ പ്രീ ബുക്കിംഗ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതാണ് നമ്മൾ എല്ലായിടത്തും പറഞ്ഞ പ്രീ ബുക്കിംഗ് ആണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ മദർ പ്ലാന്റ്സ് നമുക്ക് അല്ലാത്ത പ്ലാന്റ്സും ഉണ്ട്, അത് നമ്മൾ വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഫസ്റ്റ് ആദ്യം മദർ പ്ലാന്റ്സ് കാണിച്ച് പോകുന്നത് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമുക്ക് റേറ്റ് കുറവിനുള്ള പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വെറൈറ്റിയുടെ കണ്ടോ. ഈ സെയിം പ്ലാന്റ് അവൈലബിൾ ആണ്, മദർ പ്ലാന്റ് ആണ്, നല്ല സൈസുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് ഈ സൈസൊക്കെ ആകുമ്പോൾ കുറച്ചധികം നാളെടുക്കും. അപ്പോൾ അത് ഈ പ്ലാന്റ്സ് നിങ്ങൾ വാങ്ങിച്ചാൽ അത്രയും നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കും. പിന്നെ ഈ ഒരു വെറൈറ്റി ഒരുപാട് പേര് ചോദിച്ചതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഇട്ടപ്പോഴും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതും ഒരുപാട് പേര് എൻക്വയറി ചെയ്ത വെറൈറ്റിയാണ് ഈ വെറൈറ്റി. ഇതിൻ്റെ ആകെ ഒരു 2-3 പീസ് നമുക്കിപ്പോൾ ബാക്കിയുള്ളൂ. താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് ഇടാം കേട്ടോ. നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെയും കൊടുക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കമൻറ്റിൽ നമ്മൾ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നെ അടുത്ത് വരുന്ന ഈ ഒരു വെറൈറ്റി, ഈ വെറൈറ്റിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ വഴി ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കുറച്ച് പീസസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് നമ്മുടെ നമ്പറിലോട്ട് ഇട്ട് ചെയ്താൽ മതി. കാരണം ഇതൊക്കെ നമുക്ക് ഫ്ലവർ ഓപ്പൺ ആയ വെറൈറ്റിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് വന്ന വെറൈറ്റിയാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഫ്രഷ് ഫ്ലവേഴ്സാണ്. പിന്നെ വേറെ ഒരു പെല്ലാപ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് 3 തൊട്ട് 6 മാസം വരെയാണ് ഫ്ലവർ ലാസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും പറയും 2-3 മാസം ഒന്നും, പക്ഷെ അങ്ങനെയല്ല. 3 തൊട്ട് 6 മാസം വരെ ഒരു ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക വർഷത്തിൻ്റെ പകുതിയോളം ഈ ഫ്ലവേഴ്സ് ലാസ്റ്റ് ചെയ്യും. പക്ഷെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള കെയർ കൊടുക്കണം. ഇതിൻ്റെ ഫ്ലവറിൽ വെള്ളം വീഴരുത്, അങ്ങനെയൊക്കെ നോക്കി നമുക്ക് കറക്റ്റ് 6 മാസത്തിൽ അടുപ്പിച്ച് നമുക്ക് 6 മാസം തന്നെ നമുക്ക് ഫ്ലവർ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ കെയർ ചെയ്താൽ മതി. അല്ലാതെ പെട്ടെന്നൊന്നും ഫ്ലവർ നമ്മുടെ സാധാ ഡെൻഡ്രോബിയം ഒക്കെ ആണെങ്കിൽ 3 മാസം ലൈഫ് നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ മഴയൊക്കെ പെയ്യുമ്പം അതിന് മുന്നേ വെള്ളം വീഴുമ്പോൾ അതിന് മുന്നേ അത് പോവാറുമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ 525-ൻ്റെതും 500-ൻ്റെയൊക്കെ പ്ലാന്റുകൾ കേട്ടോ. ഈ 2 വെറൈറ്റിയാണ് നമുക്ക് ആ റേറ്റ് കുറവിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 2 വെറൈറ്റീസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇട്ട് തന്നാൽ മതി. സ്ക്രീൻഷോട്ട് ഇടുന്നതിന് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്കും മനസ്സിലാവും നിങ്ങൾ ഏത് പ്ലാന്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലവർ പിക്കും കൂടെ വരുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തരണം കേട്ടോ. എന്നാലും നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു വെറൈറ്റി ഒരുപാട് പേര് ചോദിച്ചു, നമുക്ക് ഒരുപാട് ബുക്കിംഗ് വന്നതിന് ഇതിൻ്റെ കുറച്ച് പീസസ് മാത്രമേ ഇനി നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ളൂ. നല്ല ലോങ് സ്പൈക്കാണ്, വളരെ ലിമിറ്റഡ് പീസസ് നമുക്കുള്ളൂ കേട്ടോ. നമുക്കിതും ഒരു 95% പ്രീ ബുക്കിംഗ് ആണ്. പ്രീ ബുക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോഴും ഒരു 2 പീസോ 1 പീസോ 3, 4, 5 പീസേ നമുക്ക് ബാക്കി വരാറുള്ളൂ. പിന്നെ അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി നമ്മുടെ ഹീറോ വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ നല്ല വലിപ്പമുള്ള ഫ്ലവേഴ്സ് തന്നെയാണ് ഉള്ളത്. പ്ലാന്റ് നല്ല വലിയ പ്ലാന്റാണ്, സ്മോൾ പ്ലാന്റ് അല്ല. പിന്നെ ഈ ഒരു മിൻറ്റ് വെറൈറ്റി, ഈ മിൻറ്റ് വെറൈറ്റി ആകെ ഒരേ ഒരു പീസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ മിൻറ്റ് വെറൈറ്റി ഇതാണ് നമ്മുടെ പ്ലാന്റ് വരുന്ന പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ നമുക്ക് നമ്മുടെ 580-യുടെയും ആ ഒരു സൈസിലൊക്കെ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ യെല്ലോയിൽ റെഡ് ലിപ്പ് വരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത്, നമുക്ക് ഒരുപാട് സ്റ്റോക്ക് കൊണ്ടുവന്നതുമാണ്. നമുക്ക് ഇനി കുറച്ചും കൂടെ പ്ലാന്റ്സ് നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതും നമുക്ക് 2 സ്പൈക്ക് ഡബിൾ സ്പൈക്ക് പ്ലാന്റ് ആണ് ഈ ഒരു വെറൈറ്റിയിൽ വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ യെല്ലോയിൽ റെഡ് ലിപ്പ് വരുന്ന വെറൈറ്റി. 2 സ്പൈക്കുള്ള പ്ലാന്റ്സിനെ വാങ്ങാൻ താല്പര്യമുള്ളത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസും കാര്യങ്ങളൊക്കെ. കുറേയൊക്കെ നമ്മൾ ഡിസ്പാച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് പീസസേ ഉള്ളൂ. അടുത്ത് വരുന്ന ഈ ഒരു വൈറ്റ് വെറൈറ്റി, ഈ വൈറ്റ് വെറൈറ്റിയുടെ ഡബിൾ സ്പൈക്ക് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ള. നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 സ്പൈക്കുള്ള പ്ലാന്റ് ആണ് ഉള്ളത്. ഇതൊന്നും മദർ പ്ലാന്റ് അല്ല, അല്ലാതെ നമ്മൾ നോർമൽ സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. മദർ പ്ലാന്റ്സ് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ പുതിയ സ്റ്റോക്ക് കൊണ്ടുവന്നത്. അത് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെയാണ്.
പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു വെറൈറ്റി, ഇതിൻ്റെ മദർ പ്ലാന്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി, നല്ല വലുപ്പമുള്ള മദർ പ്ലാന്റാണ്. നമുക്കുള്ളതിൽ ഏറ്റവും വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതൊക്കെ ഇതിൽ സ്പൈക്ക് വന്ന പ്ലാന്റ്സ് ഉണ്ട്, അല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ നല്ല ഗ്രീൻ റൂട്ടൊക്കെ ആയിട്ട് വരുന്ന നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വെറൈറ്റി വരുന്നത്. ഇതിൻ്റെ അത്യാവശ്യം എന്താ പറയുക സ്റ്റോക്ക് തന്നെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ബഡ് വന്ന പ്ലാന്റ്സും ഉണ്ട്, ബഡ് അല്ലാത്ത പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ പലതും നിങ്ങൾക്ക് ഏത് വെറൈറ്റി, ഏത് സൈസാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് പ്ലാന്റ് ആണോ വേണ്ടത് അതനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ബഡ് വന്ന പ്ലാന്റ്സും അല്ലാത്തതും ഒക്കെ. അപ്പോൾ ഈ പ്ലാൻസ് ഒക്കെ വാങ്ങാൻ താല്പര്യം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യാം. കോളും കാര്യങ്ങളൊന്നുമില്ല, വാട്സപ്പ് മെസ്സേജ് മാത്രം നമ്മൾ എടുത്തെടുത്ത് പറയുകയാണ്. പിന്നെ പ്ലാന്റ്സ് ഇതാ കാണാം, നിങ്ങൾക്ക് ഇതാ ബഡുള്ള പ്ലാന്റും ഉണ്ട് അല്ലാത്തതുകൊണ്ട് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരുപാട് ലീവ്സുള്ള നല്ല റൂട്ടഡ് ആയിട്ടുള്ള മദർ പ്ലാന്റ്സ് ആണ്. സാധാ പ്ലാന്റ് അല്ല, നല്ല മദർ പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റ്സിനെ പറ്റി അറിയാവുന്നവർക്ക് കണ്ടാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും അത്രയും ഹെൽത്തി ആണെന്ന്. പിന്നെ അടുത്ത് വരുന്ന ഈ ഒരു വെറൈറ്റി, ഇതിൻ്റെ കുറച്ച് പീസസ് മാത്രമേ നമുക്ക് സ്റ്റോക്ക് ഉള്ളൂ. ഈ ഒരു വെറൈറ്റി ഡബിൾ സ്പൈക്ക് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പ്ലാന്റ് വാങ്ങാൻ താല്പര്യം നമ്മുടെ നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് ചെയ്യുക. ഇതൊക്കെ മദർ പ്ലാന്റ്സ് ആണ്, സ്മോൾ പ്ലാന്റ്സ് അല്ല. വീഡിയോയിൽ നിങ്ങൾക്ക് ചിലപ്പം പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ചെറിയ പ്ലാന്റ് എടുത്തൊന്നും, പക്ഷേ അല്ല, മദർ പ്ലാന്റ് ആണ്. അതിൻ്റെ പോട്ട് സൈസ് തന്നെ ഡിഫറൻസ് ഉണ്ട്. കണ്ട നല്ല ബഡ്സ് ഒക്കെ ഫോമായ വെറൈറ്റിയാണ്, നല്ല രീതിയിൽ വിരിയാറായത്. നമുക്കിപ്പോൾ ഒരു 5 ദിവസത്തിനുള്ളിൽ ബഡ് വിരിയുന്ന സ്റ്റേജിലുള്ള പ്ലാന്റ്. പിന്നെ അടുത്തത് യെല്ലോയിൽ ഒരു ഡാർക്ക് റെഡ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ്, നടുക്ക് ഒരു പോർഷനിൽ. അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ കഴിഞ്ഞ തവണ നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റോക്കും കൂടെ ഉണ്ട് ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ളതിൽ. ഇതൊക്കെയാണ് അതിൻ്റെ പ്ലാന്റ് സൈസ്. പിന്നെ നമുക്കിപ്പോൾ നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് നമുക്ക് മെയിനായിട്ട് മദർ പ്ലാന്റ്സ് ആണ് വന്നിട്ടുള്ളത്. മദർ പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ കൂടുതലുള്ളത്. അപ്പം മദർ പ്ലാന്റ്സും മിനിയേച്ചർ വെറൈറ്റീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലുള്ളത്. അല്ലാത്ത പ്ലാന്റ്സ് നമ്മളിലുണ്ട്, പക്ഷെ കൂടുതലും അതാണ്. പിന്നെ അടുത്ത വരുന്ന ഈ ഒരു മദർ പ്ലാന്റ്, ഈ ഒരു ഫ്ലവർ ഐഡി നമുക്ക് പക്കാ കൺഫേംഡ് അല്ല, നമുക്ക് ബഡുള്ളതാണ്, 2 സ്പൈക്ക് ഉണ്ട്. ഇതാണ് പ്ലാന്റ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള മദർ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല റൂട്ടഡ് ആയിട്ട് വന്ന നല്ല വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ്. ഇനി അടുത്ത് വരുന്നത് കിക്കീസ് ഫോമായ നല്ല വലിയ മദർ പ്ലാന്റ്സ്. നമ്മൾ ഇത്രയും നേരം കണ്ട മദർ പ്ലാന്റ്സ് അല്ല, കുറച്ചുകൂടെ വലിയ മദർ പ്ലാന്റുകളാണ്. ഇതെല്ലാം നല്ല വൈറ്റ് കളർ സോഗോ വാച്ച് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കേട്ടോ ഇതിൽ. ഇതെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഇതിൽ നല്ല രീതിയിൽ കിക്കീസ് എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിന് 2-3 തൈകളുള്ള പ്ലാന്റ്. നിങ്ങൾക്ക് ഇത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാവുന്നതോ. കണ്ടോ ഇതൊക്കെ കണ്ടോ, ഇതിലൊക്കെ നമുക്ക് വീണ്ടും തൈ വരുന്നതാണ്. ഈ ഫെലനോപ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഫ്ലവർ കഴിഞ്ഞിട്ട് അതിൽ തന്നെ നമുക്ക് പുതിയ തൈ വരുന്നത്. ഇതൊക്കെ കണ്ടോ, ഇത് പുതിയ തൈയാണ്. ഈ ഒരു ഫ്ലവറിൽ പുതിയ ആ ഒരു തൈയിൽ നിന്ന് തന്നെ പിന്നെ പുതിയൊരു സ്പൈക്ക് വന്ന് അതിൽ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതും അവൈലബിൾ ആണ്. മദർ പ്ലാന്റ് ആവുന്നത് കൊണ്ട് തന്നെ, അതും കിക്കീസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ പലരും ഓരോ പെർ പ്ലാന്റിന് ഇത്ര രൂപ എന്ന മദർ പ്ലാന്റിന് ഇപ്പോൾ ഇത് ഞാൻ എക്സാമ്പിൾ പറയുവാണ്, ഒരു 800 ആണെങ്കിൽ ഒരു കിക്കീസിന് പിന്നും 800 അങ്ങനെയൊക്കെയാണ് പലരും കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, കുറച്ചുകൂടെ റേറ്റ് കുറച്ചിട്ടായിരിക്കും ഈ മദർ പ്ലാന്റ്സ് ഇപ്പോൾ ഈ കാണുന്ന പ്ലാന്റുകൾ, ഈ 4-5 പ്ലാന്റുകൾ തരുന്നത്. ഇതൊക്കെ കിക്കീസ് ഉള്ള 2-3 പ്ലാന്റൊക്കെ ഒരുമിച്ചിരിക്കുന്ന പ്ലാന്റ്സ്. കണ്ട് ഇതൊക്കെ കണ്ട്, ഇത് 3 പ്ലാന്റ് ഉണ്ട് ടോട്ടൽ. ഈ ഒരു കുഞ്ഞി പ്ലാന്റ്, ഈ ഒരു വലിയ പ്ലാന്റ്, പിന്നെ ഒരു മെയിൻ മദർ പ്ലാന്റ്സ്, അങ്ങനെ 3 പ്ലാന്റ്സ് ടോട്ടലി ഉണ്ട്. അപ്പം 2-3 കിക്കീസൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ചൊരു ഓഫറിന് തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റും. സാധാരണ പലയിടത്തും ഓരോ പെർ പ്ലാന്റിന് ഇത്ര വെച്ചാൽ കിക്കീസ് ഫോമായാലും ഓരോന്നിനും നല്ല വിലയുണ്ട്. പക്ഷേ നമ്മൾ അത്രയും അല്ല ചാർജ് ചെയ്യുന്നത്, കുറച്ചൊരു എമൗണ്ട് മാത്രമേ ആവുന്നുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് വെറൈറ്റി. അപ്പം ഒന്ന് വൈറ്റ്, നമ്മൾ കളർ പറയാൻ പറഞ്ഞു, ഒന്ന് നല്ല വൈറ്റും പിന്നെ വരുന്നത് നമ്മുടെ പിങ്ക് മിനിയേച്ചർ. ഇത് 2 മിനിയേച്ചർ വെറൈറ്റിയാണ്. പിന്നെ അടുത്ത വരുന്നത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫെലനോപ്സിസിൻ്റെ കോംബോ എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് മെച്ചർ പ്ലാന്റ്സിൻ്റെ കോംബോ. എല്ലാം നമ്മൾ നല്ല ബ്ലൂമിങ് സ്റ്റേജ് ആകാറായ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത്. കാരണം ഇപ്പോൾ അങ്ങ് ഫെലനോപ്സിൻ്റെ സീസണാണ്. നിങ്ങൾ ഈ മീഡിയം വാങ്ങിച്ച് വെച്ച് പിന്നെ ഫ്ലവർ ആകും, പിന്നെ അടുത്ത് കുറച്ചധികം ടൈം എടുക്കും. അപ്പോൾ ഇപ്പോൾ ഫെലനോപ്സിൻ്റെ സീസൺ. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഫെർട്ടിലൈസർ കൊടുത്താൽ പെട്ടെന്ന് ഫ്ലവർ ആവുന്ന പ്ലാന്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീസണിൽ തന്നെ പെട്ടെന്ന് ഫ്ലവറും കാണാൻ പറ്റും. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് വെക്കുന്നതിന് എല്ലാവർക്കും ബെറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ്. അപ്പം നമുക്ക് എന്താ പറയുക, ഇതൊക്കെ നമ്മുടെ പാക്കിങ് കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടാണ് നമ്മൾ പാക്കിങ്ങിനൊക്കെ എടുത്ത പ്ലാന്റ്സ് ആണ്. ഇങ്ങനത്തെ പ്ലാന്റ്സും നല്ല റൂട്ടഡ് പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് നമ്മൾ തരുന്നത്. അപ്പോൾ നമ്മുടെ ഫെലനോപ്സിൻ്റെ കോംബോ വരുന്നതെന്ന് വെച്ചാൽ 5 പ്ലാന്റിന് 2225 രൂപ, 2225 റുപ്പീസാണ് 5 പ്ലാന്റ് കോംബോ. അതിൽ ഏത് 5 പ്ലാന്റ് വേണോ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് 5 പ്ലാന്റ് എടുക്കാം. അത് ഏത് 5 പ്ലാന്റ് എടുത്താലും ഈ ഒരു എമൗണ്ടിനായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. ഇതൊക്കെയാണ് പ്ലാന്റ് സൈസ്. പിന്നെ മീഡിയത്തിൻ്റെ ഒരു ഡിഫറൻസ് വെച്ചാൽ മീഡിയം എന്ന് വെച്ചാൽ നല്ല സ്മോൾ ആയിരിക്കും. മീഡിയത്തിൽ നിന്ന് മെച്ചറാണ് നല്ല ടൈം എടുക്കും. അപ്പോൾ ഈ മെച്ചർ പ്ലാന്റ്സ് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ബ്ലൂമിങ് സ്റ്റേജിലുള്ളതാണ്. ഇതിൽ തന്നെ മൊട്ട് വരുന്ന പ്ലാന്റും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മൊട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് റേറ്റ് കൂട്ടി നമ്മൾ അല്ലാത്ത ഫ്ലവറിങ് പ്ലാന്റിൻ്റെ റേറ്റിനായിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഫ്ലവർ വരാത്ത ഈ സ്റ്റേജിലുള്ള പ്ലാന്റ് റേറ്റ് കുറവും. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാന്റ്സ് വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്ലവർ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് നമ്മുടെ മെച്ചർ കോംബോ, മെച്ചർ
ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണിത്. അപ്പോൾ 5 പ്ലാന്റ് കോമ്പോ 2225 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇനിയും നമുക്ക് മദർ പ്ലാന്റ്സ് അവൈലബിൾ, അത് കിക്കീസ് ഫോമായ മദർ പ്ലാന്റ്സും അല്ലാത്തേക്ക് ഉണ്ട്. അപ്പം നമ്മുടെ പ്ലാന്റ്സ് ഒട്ടുമിക്ക നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് പ്ലാന്റാണ് വാങ്ങുന്നത് ഇപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കാം. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ എന്താ പറയുക മെച്ചർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പം ഈ വീഡിയോയിൽ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ട് കളേഴ്സും കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാം. മെച്ചർ പ്ലാന്റിൻ്റെ കളേഴ്സും കൂടെ ലാസ്റ്റായിട്ട് മെൻഷൻ ചെയ്യാം കേട്ടോ. പിന്നെ വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൊറിയർ, നമ്മുടെ വീഡിയോസിൽ നമ്മൾ മാക്സിമം ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്തത്. കാരണം കഴിഞ്ഞ ദിവസം 2-3 ദിവസം കഴിഞ്ഞ ആഴ്ച ഒരു കസ്റ്റമർ നമ്മൾ അതിന് മുന്നത്തെ വീക്കിൽ ഓഫറിന് കൊടുത്ത പ്ലാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ഡിസ്പാച്ചിങ് ടൈം ഈ കമ്മിങ് വീക്കാണെന്ന് പറഞ്ഞിട്ട് അവരത് കേൾക്കാതെ പിന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അങ്ങനത്തെ കുറേ കസ്റ്റമേഴ്സും ഉണ്ട്. കുറേയൊന്നും അല്ല, നമുക്ക് അങ്ങനെ ആ ഓരോ കസ്റ്റമറെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വന്നുള്ളൂ. അത് നമുക്ക് മനസ്സിലാവും, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒഴിവാക്കാം. നമുക്കും അങ്ങനത്തെ സിറ്റുവേഷനിലോട്ട് വരാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്ലാൻസ് വാങ്ങാൻ താല്പര്യം നമ്മുടെ വീഡിയോസിൽ നമ്മളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു. അവർ ആ ഒരു നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടില്ല. എന്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോഴും നമ്മളെ മോശമായിട്ട് ഇങ്ങോട്ട് നിങ്ങളെങ്ങനെയെന്ന് മോശമായിട്ട് സംസാരിക്കുക. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരായിട്ട് നമുക്ക് ഡീൽ ചെയ്യാനൊന്നും താല്പര്യമില്ല. അപ്പം എല്ലാവരും അങ്ങനെയൊന്നും ഒരിക്കലും പറയത്തില്ല. ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് വന്നിട്ടുള്ള എല്ലാ നല്ല കസ്റ്റമേഴ്സ്. പക്ഷേ ഈ ഒരു കസ്റ്റമർ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവർ മോശമൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്ന് കുറേ പ്രശ്നവും ഉണ്ടാക്കി. അപ്പോൾ അതാണ് നമുക്ക് താല്പര്യം. നമ്മുടെ ടൈമും വേസ്റ്റ് ആവുന്നുണ്ട്, അവരുടെ ടൈമും വേസ്റ്റ് ആവുന്നുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാക്സിമം ഒഴിവാക്കുന്നതിന് 2 കൂട്ടർക്ക് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളെ വീഡിയോസിൽ നമ്മൾ മാക്സിമം പ്ലാൻ സൈസ് എല്ലാം ഏറ്റവും ചെറുതും വലുതും എല്ലാ സൈസും കാണിക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ് റെപ്പറ്റീഷൻ അടിച്ച് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് നമ്മൾ ഈ ആവർത്തിക്കുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ചിലർക്ക് അത് ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട്. ചില കസ്റ്റമേഴ്സ് ഒന്ന് പറയും ഇങ്ങനെ ആവർത്തിക്കലേ അവർക്ക് എന്തോ പോലെ തോന്നുന്നു. അങ്ങനെ തന്നെ പറയും. കാരണം നമ്മളിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് എല്ലാവരിലോട്ടും അത് എത്താനാണ്. ചിലർ ശ്രദ്ധിക്കത്തില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് പോലും കേൾക്കാത്തവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞാൽ നമുക്കത് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് മിക്കവരും ശ്രദ്ധിക്കത്തില്ല. അത് വെച്ച് നമുക്ക് ഒരുപാട് ഇഷ്യൂ, നമുക്കിങ്ങനെ മെസ്സേജസിൽ ഇങ്ങനെ കണ്ടിന്യൂസ് എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യവും ഒന്നേന്ന് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു. അപ്പം നമ്മുടെ ടൈമും അത്രയും പോകുന്നു. ഒന്നാമതിപ്പോൾ നമുക്ക് മിക്ക കസ്റ്റമേഴ്സിൻ്റെ റിപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ടൈം വേസ്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ നമ്മൾ മെയിനായിട്ട് DTDC ആണ് കേട്ടോ. സ്പീഡ് പോസ്റ്റ് നമ്മൾ ഇനി അങ്ങോട്ട് എടുക്കാൻ നമുക്ക് താല്പര്യപ്പെടുന്നില്ല. കാരണം സ്പീഡ് പോസ്റ്റ് പല റേറ്റ് അവർക്ക് ഇഷ്ടമുള്ള റേറ്റിലിടും. നമ്മൾ ഒരേ സാധനം ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമ്മൾ 5 പ്ലാന്റിൻ്റെ കോംബോ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ 280 ഫെലനോപ്സിസ് വിത്ത് പോട്ടോട് കൂടി അയക്കുന്നതിന് കസ്റ്റമറിൽ നിന്ന് വാങ്ങുന്നത്. DTDCയിൽ ആ എമൗണ്ടാണ്. പക്ഷേ സ്പീഡ് പോസ്റ്റിൽ നമ്മൾ കഴിഞ്ഞ തവണ അയച്ചപ്പോഴത്തേക്കും 325 രൂപ 350 രൂപയായി. ഓൾമോസ്റ്റ് 100 രൂപ എക്സ്ട്രാ വന്നു. അതുകൊണ്ട് അത് മെയിൻ കാരണം CGST SGST എന്ന് പറഞ്ഞാൽ GST നിരക്കും. പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസം 4 പ്ലാന്റ് അയച്ചതിന് 310 രൂപയായിട്ടുണ്ട്. അപ്പോൾ ഇത് അവർക്ക് തോന്നുന്ന രീതിയിൽ മാറിയും തിരിഞ്ഞൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അതേ സമയത്ത് നമ്മൾ DTDC ആണെങ്കിൽ 200 രൂപ നമുക്ക് 4 പ്ലാന്റ് നമ്മൾ വാങ്ങുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ DTDC ആണ് നമ്മൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ പല DTDCയും പല രീതിയിലാണ്. അതുകൊണ്ട് എല്ലാം നല്ലതെന്ന് നമ്മൾ പറയത്തില്ല. പക്ഷേ നമുക്ക് കമ്പാരിറ്റീവ്ലി ഇപ്പോഴത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കസ്റ്റമേഴ്സിനും കൊറിയർ നല്ല രീതിയിൽ റേറ്റ് കുറവിന് കിട്ടാൻ പറ്റുന്ന DTDC ആണ്. പിന്നെ അല്ലെങ്കിൽ പെറ്റ് സർവീസിൽ നമുക്ക് അത്യാവശ്യം പ്ലാന്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ലൊരു സേഫായിട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സെയിം ഡേ തന്നെ ഡെലിവറിയും കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് രാവിലെ അയക്കുമ്പോൾ നിങ്ങൾക്ക് രാത്രിക്ക് മുന്നേയായിട്ട് കിട്ടും. പല സ്ഥലങ്ങളിലും എറണാകുളം വരെയുള്ളതിന് ഉച്ചയ്ക്ക് മുന്നേയും ഓൾമോസ്റ്റ് ഉച്ച ടൈം വരെ ഉള്ളതിനും അത് കഴിഞ്ഞിട്ടുള്ള ജില്ലകളിൽ രാത്രിയൊക്കെ ആവുന്നതിന് മുന്നേ, കാസർഗോഡൊക്കെ ആകുമ്പം നമുക്കൊരു 12 മണി ആ ഒരു ടൈമൊക്കെ എത്തും. അതിന് മുന്നേ ഡെലിവർ ആവും. അപ്പോൾ ആ രീതിയിലേക്കാണ് നമ്മുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ പ്ലാൻസൊക്കെ വാങ്ങിച്ച് ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് കുറേ പേര് നമ്മുടെ കമൻ്റായിട്ട് ഇട്ടു. പക്ഷെ 1-2 പേർക്കും ചെറിയ നമ്മുടെ അത് കൊറിയറിൽ വന്ന ഇഷ്യൂ എന്ന് വെച്ചാൽ കൊറിയർ അവർ ഹാൻഡിൽ ചെയ്തതിൻ്റെ പ്രശ്നം. കാരണം സെയിം അതേപോലത്തെ പ്ലാൻസ് പലരിലോട്ടും എത്തിയിട്ടുണ്ട്. വേറെ ആർക്കും കുഴപ്പമില്ല. പക്ഷെ ആ ഒരു ആൾക്ക് ചെറിയൊരു ഇഷ്യൂ വന്നു. അത് കൊറിയറിൽ അവർ ഡീൽ ചെയ്തതിന് എന്തോ ഒരു ചെറിയ ഇഷ്യൂ ആണ്. പക്ഷെ അത് ഒഴിച്ചാൽ നമുക്ക് ബാക്കിയെല്ലാം നല്ല രീതിയിൽ തന്നെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.